വെച്ചിട്ടുണ്ട്. ഒബാമ 2 ടേമാണ് യുഎസിൽ പ്രസിഡൻ്റായിട്ട് തുടരുന്നത്. അവസാനത്തെ ഒരു 1 വീക്കിനുള്ളിൽ പുള്ളിയുടെ കാലാവധി കഴിയും. അങ്ങനെ ഇറങ്ങിപ്പോകാനിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു പോസിബിലിറ്റി നോക്കുകയാണ്. എന്താണ് പോസിബിലിറ്റി? ഈ തോക്ക് ഉപയോഗത്തിന് ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം എന്ന് വെച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. ആ ബില്ല് പരാജയപ്പെട്ട ദിവസം പുള്ളി വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് തന്നെ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഡോറ് കാലുകൊണ്ട് ചവിട്ടി പൊളിച്ച് ഉള്ളിലോട്ടങ്ങ് കയറി പോകുന്ന രംഗമാണ് ഉണ്ടായത്. അത്രയ്ക്ക് ഫെഡപ്പായിട്ട്. കാരണം ഈ അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു തോക്ക് കൾച്ചർ അത് വല്ലാത്തൊരു കൾച്ചറാണ്. ആർക്ക് വേണമെങ്കിലും തോക്കെടുത്തുകൊണ്ട് പോയി വെടിവെക്കാം എന്നുള്ള രീതിയിലുള്ള കൾച്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഇന്നലെ മിനിസോട്ടയിൽ ഒരു വെടിവെപ്പ് അമേരിക്കയുടെ ഉള്ളിൽ 18 പേരെയാണ് വെടിവെച്ചത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് ആഡ് ചെയ്തില്ല, കാരണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ്. ഇത് ആരാണ്, എന്താണ്, തീവ്രവാദിയാണോ, ഏത് തരത്തിലാണ്, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്. ഇതിൽ 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേര് കൊല്ലപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി 8 വയസ്സ്, മറ്റൊന്ന് 10 വയസ്സ്. ഈ 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറാണ്. ഈ ട്രാൻസ്ജെൻഡർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ, അതേപോലെ അമേരിക്കക്കെതിരെ, അതേപോലെ ഇസ്രായേലിനെതിരെയൊക്കെ വാചകങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട തോക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ഡീപ്പോർട്ട് ചെയ്യും, അതിൽ യാതൊരു മാറ്റമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് അമേരിക്കയിൽ ഒരു സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈന മാസ് എന്ന് പറഞ്ഞാൽ മരണമാസ്, ഒരു രക്ഷയില്ല. ശരിക്കും ചൈനയുടെ മുന്നിൽ നാണം കെട്ട് നാറുന്ന, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ ഈ ലാംഗ്വേജ് ചിലപ്പം അൺപാർലമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നാണം കെട്ട് നാരായണക്കല്ലെടുക്കുന്ന അവസ്ഥയിലാണ് ട്രംപ്. ഇത്രമാത്രം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇളിമ്പിയനായി നിൽക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു പ്രസിഡന്റിനും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 6 ലക്ഷം ചൈനീസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വിസ കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഒന്നുമല്ല, സംഭവം റെയർ എർത്ത് മാഗ്നറ്റ്. ഈ റെയർ എർത്ത് ഫുൾ മാഗ്നറ്റ് ചൈന 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി കളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനുണ്ടാക്കിയ ഒരു ദേഷ്യം എന്നുള്ള ചെറുതല്ല. കാരണം ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് 147% വിധിച്ചിരുന്ന ടാരിഫൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് 55% ആക്കി ഇപ്പോൾ നിലവിൽ 30% ആക്കിയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചൈന ബാക്ക് ടു ബാക്ക് കട്ടയ്ക്ക് ഫയർ ചെയ്യാണ് അമേരിക്കയെ. ഈ ശരിക്കും അമേരിക്കയ്ക്ക് ചൈനയുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ ഈ മഗ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ആ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സോഷ്യൽ മീഡിയ ആരാധകരുണ്ട്, ഫാൻ ബേസ്. ഈ ഫാൻ ബേസിന്റെ ഉള്ളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ മഗ എന്ന് പറഞ്ഞ ഈ ആരാധകർ ശരിക്കും ട്രംപിനെതിരെ ഉള്ള ട്വീറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും അടിച്ചിറക്കുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, അമേരിക്കയെ സാരമായി ബാധിക്കുന്നു ട്രംപിന്റെ പോളിസി അൾട്ടിമേറ്റ്ലി ഫെയിലിയർ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ തന്നെ ആദ്യ കാലഘട്ടത്തിൽ നവംബർ ഡിസംബർ ജാനുവരി ആ കാലഘട്ടങ്ങളിലുള്ള അമേരിക്കൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് എടുക്കുന്ന പോളിസികളും അതിന്റെ പോസിറ്റീവ്നെസ് ഒക്കെ വളരെയധികം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. കാരണം അത്രമാത്രം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോളിസി ആയിരുന്നു. ഈ ഇല്ലീഗൽ എമിഗ്രന്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാരായാലും തന്നെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും നമ്മളുടെ നിലപാട് തന്നെയാണ്. പക്ഷേ ഈ താരിഫ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴത്തേക്കുമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഈ താരിഫ് ബാക്ക് ഫെയർ ചെയ്യും. കാരണം ഇതിന് ഹിസ്റ്ററി ഉണ്ട്. ഈ താരിഫിന് യൂറോപ്പിൽ നിന്നും പണ്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന കോഴിയിറച്ചിക്ക് താരിഫ് കൊണ്ടുവന്ന ചരിത്രം അമേരിക്കയിലുണ്ട്. അത് പരാജയമായിരുന്നു. ആ ഒരു ചെറിയ എക്സാമ്പിൾ പോലും ചരിത്രത്തിന്റെ ഒരു പഠനം അവിടെ മുന്നിലുണ്ട്. അതുപോലും ട്രംപ് കൺസിഡർ ചെയ്യാണ്ടാണ് ഈ താരിഫ് വിഷയത്തിൽ ട്രംപ് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഈ താരിഫ് ഇടുമ്പോഴേ നമുക്കറിയാം ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോ ആണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വളരെ പോപ്പുലറായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്കാർ കൂടുതൽ സങ്കടപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും ആൾക്കാർ ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ സംഭവിക്കും, ഇന്ത്യക്ക് നഷ്ടം, ട്രംപിന്റെ താരിഫ് കൊണ്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നുള്ള നിലയിലുള്ള വീഡിയോകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ പറഞ്ഞിരിക്കുന്നത്, ഹലോ, ഇന്ത്യക്കാർക്ക് മാത്രമല്ല പ്രശ്നം, ഇവിടുത്തെ വില ഏറ്റവും കൂടുതൽ കൂടി പോവുകയാണ്, നിങ്ങൾ ഇവിടുത്തെ പ്രൈസ് ഒക്കെ നോക്കുമെന്ന് പറഞ്ഞിട്ട് പ്രൈസ് ടാഗ് ഒക്കെ അയാൾ കാണിച്ച് വീഡിയോ ഇട്ടിരിക്കുകയാണ്. ബ്രെഡിന്റെ പ്രൈസ്, അതുപോലെ പല സാധനങ്ങളുടെ പ്രൈസ്. അത് ശരിക്കും അമേരിക്ക, ഇന്നലെ നമ്മുടെ കമന്റിൽ ഒരു വ്യക്തി അമേരിക്കയിൽ നിന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ഇൻഫ്ലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജപ്പാന്റെ വീഡിയോ അല്ല, അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇട്ടിരുന്ന വീഡിയോ, സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
പിന്നെ ചില ആൾക്കാരുണ്ട് ട്രംപിനെ വോട്ട് ചെയ്ത ആൾക്കാർ, ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അതായത് ഓൾറെഡി അവർ അമേരിക്കൻസ് ആണ്. സോ അതുകൊണ്ട് Since the tariffs were announced, everybody's been talking about price hikes. Well, they're finally here. Companies held off as long as they could before raising prices, but tariffs aren't going anywhere. So Procter & Gamble, the maker of Tide, Bounty, and Pampers, announced a price hike on 25% of its U.S. products starting next week. We're talking about increases on basic items you cannot skip. And they're not alone. Kimberly-Clark, Nestle, Pepsi, the makers of literally everything in your house, all quietly raised their prices too. They're not paying the cost of Trump's tariffs, and neither are the other countries. They're passing those costs on to you. And now there's a real risk of stagflation. Job openings fell to 7.4 million in June, the lowest in 3 years. And as prices keep climbing, wage growth slows, leaving Americans with less buying power as tariff costs continue to rise. And here's the kicker. We've already seen inflation climb, which means the Federal Reserve isn't going to lower rates anytime soon. And as the stockpiles of pre-tariff inventory disappear over the next year, the average American household will be paying nearly $500 a month. ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചൈ, സത്യനാഥ് എല്ല, ഇതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ ഈ ഇന്ത്യൻ എന്റർപ്രണേഴ്സ് ഒക്കെ അവിടെ കഠിനാധ്വാനം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യക്കിട്ടൊരു താരിഫ്, പ്രത്യേകിച്ച് ഒരു 50% താരിഫ് വരുമ്പോഴത്തേക്കും അവരുടെ സെക്ടറിലെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിന്നും ഇങ്ങനത്തെ രീതിയിൽ ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യക്ക് മേലിൽ അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ താരിഫിനെ കുറിച്ച് അമേരിക്കൻ ഗവൺമെന്റ് റീകൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, സിംബോളിക്കലി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമല്ലോ. യവനെങ്കിലും ഒരുത്തം കൊടുത്തോ? പക്ഷേ അവരാരും തന്നെ സൊസൈറ്റിയിൽ ഉന്നത നിലയിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരും തന്നെ, അമേരിക്കയിലുള്ള അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടി ജീവിക്കുന്ന ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല. നെവർ മൈൻഡ്, വേണ്ട. ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം ഇപ്പോൾ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി വിടും. ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സെക്കൻഡ് ലെവൽ യൂണിവേഴ്സിറ്റികൾ കുറേ ഉണ്ട്. ഇതിലൊക്കെയാണ് ഇന്ത്യക്കാർ, ചൈനക്കാരൊക്കെ പോയി പഠിക്കുന്നത്. അപ്പോൾ ഇവർ പഠിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ഫീസ് അടയ്ക്ക് 6 ലക്ഷം ചൈനീസ് സ്റ്റുഡൻസിന് വിസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വിസയാണ്. ഈ F1 വിസയിൽ ടാർഗറ്റ് ചെയ്തത് ചൈനീസിനെയാണ്, ചൈനീസ് സ്റ്റുഡൻസിനെയാണ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചൈന എന്ത് ചെയ്തു? ചൈന മാഗ്നറ്റ് സപ്ലൈ നിർത്തി അമേരിക്കയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ട്രംപിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ട്രംപിന്റെ പരാജയം നിങ്ങൾ നോക്കൂ. ട്രംപിന്റെ പോളിസി, യൂണിവേഴ്സിറ്റികളിൽ എന്തെങ്കിലും ക്രൈം റെക്കോർഡ് ഉണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റികളിൽ എന്തെങ്കിലും ക്രൈം റെക്കോർഡോ അല്ലെങ്കിൽ ഇവരുടെ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്ത് ആ വിഷയത്തിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ആ ക്രിമിനൽ പശ്ചാത്തലം രൂപപ്പെട്ടു വരാൻ ആരാണോ കാരണമായത് അവർക്ക് മേളിൽ നടപടിയെടുക്കണമായിരുന്നു. അതിന് പകരം എൻ്റയർ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് നിർത്തുക, മറ്റുള്ള യൂണിവേഴ്സിറ്റികൾക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് അഡ്മിഷൻ ഇടുന്ന ആൾക്കാരുടെ വിസ തടയുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി എങ്ങനെ നിലനിന്ന് പോകും? ഈ പുറത്തുനിന്ന് ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഈ പൈസ മുടക്കി പുറം രാജ്യത്തുള്ള ഇന്ത്യക്കാരും ചൈനക്കാരൊക്കെ വന്ന് പഠിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഒരു പരിധി വരെ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചൈന കുറേ യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികൾക്കും ഖത്തറിൻ്റെ ഫണ്ടുണ്ട്. ഇതൊക്കെ തന്നെ ഡൊണേഷൻ ടൈപ്പായിട്ട്, ഈ ഡൊണേഷൻ ടൈപ്പിൽ വരുന്ന ഫണ്ടുകളാണ്. ഇതൊക്കെ സ്റ്റുഡൻസ് അടയ്ക്കുന്ന ഫീസുകളല്ല. ഇനി സ്റ്റുഡൻസുകളുടെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞതൊരു 30,000 മുതൽ ഒരു 50,000 US$ വരെ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സാമാന്യം കുറച്ച് പൈസയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നത്. ഒരു കുട്ടിക്ക് കുറഞ്ഞത് ഒരു 50,000 US$ വെച്ചിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. എത്രമാത്രം ഫണ്ടാണ് അമേരിക്കയിലേക്ക് ഒഴുകുന്നത്. ഇവരൊക്കെയാണ് $45 ബില്യൺ കണക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് 50% താരിഫാണല്ലോ, 58%. അപ്പോൾ ഈ ഒരു 58% കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ പല കൂക്കിവിളികളും പല നിലവിളികളൊക്കെ നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ഇന്നാണ് അറിഞ്ഞതെന്ന് തോന്നുന്നു ഈ താരിഫിന്റെ വിഷയം. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. പക്ഷേ ഇതിൽ വലിയ രീതിയിലൊന്നും ഇന്ത്യക്ക് ഇമ്പാക്ട് ഉണ്ടാവാനില്ല. $45 ബില്യൺ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്ത് മൊബൈൽ ഫോണിലും ടാക്സ് ഇല്ല, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കലിനും ടാക്സ് ഇല്ല. ഫാർമസ്യൂട്ടിക്കൽ ഏതാണ്ട് $25 ബില്യൺ കച്ചവടം വരും. അതിലുപരിയായിട്ട് മൊബൈൽ ഫോൺ കാറ്റഗറിക്കും താരിഫില്ല. ഇപ്പോൾ ആപ്പിളിന്റെ എൻറ്റയർ മാനുഫാക്ചറിങ് ഇന്ത്യയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നോ മോർ പാർട്ടിസിപ്പേഷൻ ഇൻ ചൈന. ആപ്പിൾ ഇനി ചൈനയിൽ പ്രവർത്തിക്കില്ല, ആപ്പിൾ ഇനി ഇന്ത്യയിലായിരിക്കും പ്രവർത്തിക്കുക. ആപ്പിൾ ഫുൾ ഒരു ഇന്ത്യൻ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഉള്ള ഹിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു 40 മുതൽ $45 ബില്യൺ ചാലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ 86 ബില്യൺ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് 50% ട്രേഡിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഈ താരിഫിന്റെ ഇമ്പാക്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു 2 to 3 months. അതെന്തുകൊണ്ടാണ്? ഒരു പുതിയ ക്ലയന്റിനെ കണ്ടെത്തുന്നത് വരെയുള്ള ബുദ്ധിമുട്ട്, വേറൊരു രാജ്യത്ത് ഒരു പുതിയ ക്ലയന്റ്. ഇനി അഥവാ അമേരിക്കയിൽ ഈ ഒരു 50% താരിഫ് ഏറ്റെടുത്തുകൊണ്ട് ഈ സാധനം മുന്നോട്ട് മേടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആൾക്കാർ
മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ കച്ചവടം നടക്കും. അതും വേറെ കാര്യം. കാരണം ഈ 50% താരിഫ് അമേരിക്കക്കാരാണ് അമേരിക്കയ്ക്ക് പേ ചെയ്യുന്നത്, നമ്മളല്ല പേ ചെയ്യുന്നത്. അപ്പോൾ അസ് ലോങ് as ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ സാധനങ്ങളും കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ഒരു $45 ബില്യൺ ഒരു കംപ്ലീറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡൗട്ട്ഫുൾ ആണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാനില്ല. നിലവിൽ ഈ ഒരു ട്രാൻസിഷൻ, അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്, ഈ താരിഫ് ടു താരിഫിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു ഓഫർ, അമേരിക്ക ഒരു ഓഫർ വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക തുടരെ ഇന്ത്യക്ക് പുറകെ തന്നെയുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് രാവിലെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ നമ്മളുടെ തന്നെ മറ്റൊരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ അമേരിക്ക എങ്ങനെയാണ് ഇന്ത്യ അപ്രോച്ച് ചെയ്തത്, ആ കോളിനെ പിന്തുടർന്ന് ഒരു ഓൺലൈൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 2+2 മീറ്റിംഗ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. പീറ്റർ നെവറോ അറിയാമല്ലോ, ട്രേഡ് അഡ്വൈസർ. ഈ ട്രേഡ് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഞാനൊരു ഓഫർ തരാം. എന്ത് ഓഫറാണ്? 25% താരിഫായിട്ടുള്ളൊരു ഓഫർ. അതായത് ചുരുക്കി പറഞ്ഞാൽ റഷ്യയുടെ നിന്ന് നിങ്ങൾ മേടിക്കുന്ന ഓയിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 25% ട്രേഡ് ഡീലിൽ അങ്ങ് സൈൻ ചെയ്യാം. അത് പീറ്റർ നെവറോ അമേരിക്കയിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമ്മളൊരു നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ട്, ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ 15% താരിഫിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് US അംഗീകരിച്ചതുമാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം നമുക്ക് നോക്കാം. പക്ഷേ ഇന്ത്യ മറുപടി കൊടുക്കുന്നില്ല. ഇതിൽ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, സൈലന്റ്, അതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. നിങ്ങൾ അതായത് അവർ തുടരെ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ അനങ്ങുന്നില്ല. ഇത് ശരിക്കും അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മറുപടി, ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, അത് ചെറുതല്ല. ഇത് എന്ത് ഇവന്മാർ അനങ്ങാത്തത് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ എന്താണ് ചിന്തിക്കുന്നത്, ഇവർക്ക് എന്താണ് വേണ്ടത്, ഇവരെന്തൊന്നും പറയാത്തത്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റൂ. നമ്മളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ട്രംപിന്റെ ഏറ്റവും തലവേദനയും കൂടി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് ഡെയിലി അവിടെ സംസാരമാണ്. ഇന്ത്യയെക്കുറിച്ച് ഡെയിലി 1-2 കമന്റുകൾ പാസ്സാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ട്രംപ്, അല്ലെങ്കിൽ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ. ഇന്നലെയൊക്കെ ട്രംപ് 15 മിനിറ്റ് ഇന്ത്യയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതും പിന്നെ ഇനിയും ഞാൻ നിർത്തും, ആണവ യുദ്ധം, ആനയാണ് ചേനയാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ വേറെ റൂട്ടിലേക്ക് പോവാണ്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ജപ്പാനെ കുറിച്ച് പലരും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ജപ്പാന്റെ വിഷയം ഞാനിപ്പോൾ പറയാം. ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു മീറ്റിംഗ്, ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ, അതായത് ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഈ 3 രാജ്യങ്ങൾ കൂടി ചേർന്ന് ചൈനയുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എത്ര പേര് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ ഒരു രീതിയിലും നല്ല രീതിയിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് സൗത്ത് കൊറിയയും ഇച്ചിരി വിഷമത്തിലാണ്, സൗത്ത് കൊറിയയും വിഷമത്തിലാണ്, ഓസ്ട്രേലിയയും വിഷമത്തിലാണ്, ജപ്പാൻ വിഷമത്തിലാണ്. ആ സാഹചര്യത്തിലാണ് ചൈനയുമായിട്ട് സംസാരിച്ചത്. ഇപ്പോൾ ചൈനയുമായിട്ട് ജപ്പാൻ ഏത് രീതിയിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റോടുകൂടി ജപ്പാനും ഇന്ത്യയും തമ്മിൽ ചൈനയോടുകൂടി ഒരു റാപ്പോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ പോസിബിലിറ്റീസ് മാത്രമാണ്. എന്തായാലും നമ്മൾ നാളെ വരെ വെയിറ്റ് ചെയ്തിരിക്കണം എന്താണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കാല് പിടിക്കുകയാണ്, ശരിക്കും കാല് പിടിക്കുകയാണ്, പലരെയും വെച്ച് കാല് പിടിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി പോകുന്നു, ആൾക്കാരെ പിരിച്ചുവിട്ടു, കമ്പനി അടച്ചുപൂട്ടി എന്നൊക്കെ വാർത്തകൾ വരും. പിന്നെ എവിടെയെങ്കിലും അടച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വാർത്ത അറിയാമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യും. ഞാൻ തപ്പി നോക്കിയിട്ട് ഏതെങ്കിലും ഗാർമെന്റ് കമ്പനി താരിഫ് കൊണ്ട് അടച്ചുപൂട്ടിയതായിട്ട് ഞാൻ ഇതുവരെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം താരിഫ് വന്ന് 2 ദിവസം ആയതേ ഉള്ളൂ. അതിനു മുമ്പേ ആൾക്കാർ വാർത്ത പറയുകയാണ് ഗാർമെന്റ് കമ്പനി സൂറത്തിലൊക്കെ അടച്ചുപൂട്ടി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏത് കമ്പനിയാണ് അടച്ചുപൂട്ടി? അവൻ ഓൾറെഡി തന്നെ കടത്തിലായിരിക്കും ചിലപ്പം, അതുകൊണ്ടായിരിക്കും അടച്ചുപൂട്ടിയത്. കാരണം താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ 50% എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ. അതിനു മുമ്പേ പിന്നെ സൂററ്റിലെ കമ്പനി അടച്ചുപൂട്ടി എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫേക്ക് നറേറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന നവംബറിൽ ട്രംപിന് ഷീ ജിൻപിങ്ങിനെ കണ്ട് സംസാരിക്കണം. ഇതാണ് ട്രംപ് ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു റിക്വസ്റ്റ്. ഷീ ജിൻപിങ്ങിന്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയും ഒന്ന് കണ്ട് സംസാരിക്കണം നവംബറിൽ. കാരണം മാഗ്നറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിച്ചതല്ലേ ഓൾറെഡി, പ്ലീസ് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ മാഗ്നറ്റ് ഒന്ന് കൊടുത്തയക്കണമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് 6000 സ്റ്റുഡൻസിൻ്റെ വിസ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചൈന അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചൊന്നുമില്ല. ഓഫർ ട്രംപായിട്ട് ചിന്തിച്ചിട്ട് എന്ത് ഓഫർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇതിപ്പം മഗ എന്ന് പറഞ്ഞ ആ ടീമിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ട്രംപിന്റെ വിശ്വസ്തമായ ചാനൽ ഫോക്സ് ന്യൂസ്, ഇവരെല്ലാം തന്നെ ഇതിനെ ഇപ്പോൾ വെച്ച് അലക്കുകയാണ്. ഇന്നലെ ഫോക്സ് ന്യൂസിൽ സ്കോട്ട് ബെസന്റ്, നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾ, ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ആൾ, ട്രഷറിയുടെ സെക്രട്ടറി വന്നിരിക്കുകയാണ് ഫോക്സ് ന്യൂസിൽ. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പോളിസികൾ മൊത്തത്തിൽ ഫെയിലിയർ ആണല്ലോ, എന്താണ് സംഭവം? നിങ്ങൾ അമേരിക്കയെ ഞാൻ ക്ലീൻ ചെയ്യും പറഞ്ഞു. ഇലക്ഷന് മുമ്പ് പ്രഖ്യാപനം എടുത്തുകൊണ്ട് ഭരണത്തിൽ കയറിയ ആൾക്കാരല്ലേ ഇപ്പൊ ചൈനയിലെ 6 ലക്ഷം ആൾക്കാരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പം ഇത്ര വലിയ അത്യാവശ്യം എന്നാണ് ചോദിക്കുന്നത്. അതിനൊന്നും ഉത്തരവില്ല, ഉത്തരം കൊടുക്കാൻ പറ്റില്ല.
കാരണം സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിന് അറിയാം. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റൂ. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് വിടുവായിത്തരം പറഞ്ഞതുപോലെ അല്ല കസേരയിൽ ഇരിക്കുമ്പം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് റിയലി സിറ്റിംഗ് ഓൺ ഹോട്ട് സീറ്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ലാറ ലൂമർ എന്നൊക്കെ പറഞ്ഞ വ്യക്തിയൊക്കെ ഈ മഗ എന്ന് പറഞ്ഞ പ്രോജക്റ്റും ഈ മഗ എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ഇതിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറുകളാണ്, അത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട്. അവരൊക്കെ പറയുന്നത് CCP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ മെഗാ മൂവ്മെന്റ് ശ്രമിക്കുന്നത്? അപ്പൊ അമേരിക്കയെ ചൈനയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ട്രംപ് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്, ട്രംപിന്റെ ഓൺ ഗ്രൂപ്പിൽ നിന്ന് തന്നെ. ചൈനയുടെ പ്രശ്നം ആദ്യമേ തുടങ്ങിയത് ട്രംപ് തന്നെയാണ്. ട്രംപ് എന്താണ് ചെയ്തത്? ട്രംപ് ബീഫും സോയാബീനും ഞാൻ ഇനി ചൈനയ്ക്ക് തരില്ല എന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ വലിയ രീതിയിലൊരു ഫാർമർ കമ്മ്യൂണിറ്റി ഉണ്ട്, ഈ സോയാബീനും ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് അവരുടെ ഒരു സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ബീഫും സോയാബീനും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈന എന്ത് ചെയ്ത് ഇപ്പം അത് മേടിക്കുന്നില്ല. ചൈനയ്ക്ക് ഇപ്പം അത് വേണ്ട, കാരണം സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നീയാണ് താരിഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈനയാണ് ഏറ്റവും ആദ്യം കൗണ്ടർ ചെയ്തത്. ചൈനീസ് സ്റ്റുഡൻസിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ചൈനക്കാർ സ്പൈ വർക്ക് ചെയ്യും, ഉറപ്പാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മ്യാൻമർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ. മ്യാൻമറിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പല മാധ്യമ പ്രവർത്തകർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജുങ്താ ഗാർഡിനെയാണ് ചൈന സപ്പോർട്ട് ചെയ്യുന്നത്. യെസ്, ജുങ്താ ഗാർഡിനെ ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം അർക്കൻ ആർമി ഇന്ത്യൻ സപ്പോർട്ടാണ്. അർക്കൻ ആർമി ഇന്ത്യൻ സപ്പോർട്ടൊന്നുമല്ല. അർക്കൻ ആർമിയേക്കാളും ഏറ്റവും കൂടുതൽ ഈ മ്യാൻമർ ഗവൺമെന്റിനോടാണ് ഇന്ത്യ റിലേഷൻഷിപ്പ് വെച്ചിരുന്നത്. പക്ഷെ ആ ഗവൺമെന്റ് ഇപ്പൊ നിലവിലില്ല. ഏതാണ്ട് 1.2 ബില്യൺ ആണ് ഇന്ത്യ മ്യാൻമറിൽ ചെലവാക്കിയിട്ടിരിക്കുന്നത്. ആ ഏരിയയിൽ പോകുന്ന ഒരു റൂട്ടുണ്ട്, ട്രേഡ് റൂട്ട്. മ്യാൻമറിന്റെ പ്രശ്നം കൂടെ തടസ്സപ്പെട്ട് കിടക്കാണ്. നമ്മൾ തായ്ലാൻഡിലേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട്, ആ റൂട്ട് അവിടെ മ്യാൻമറിൽ തടസ്സപ്പെട്ട് കിടക്കാണ്. അപ്പോൾ ഈ അതിനുശേഷം ശരി ഇപ്പം അർക്കൻ ആർമി ഇന്ത്യ ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യ ഉദ്ദേശിച്ചത് ഈ ജുങ്താ ഗാർഡിനെ ചൈന സപ്പോർട്ട് ചെയ്ത്, മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്ത്, അവരാണ് മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ പോർഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ എതിർത്ത് നിൽക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ അർക്കൻ ആർമിയുമായിട്ട് ഇന്ത്യ ടൈപ്പ് വയ്ക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ചെറിയ സപ്പോർട്ടുകളൊക്കെ അർക്കൻ ആർമിക്ക് കൊടുത്തു. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ഈ അർക്കൻ ആർമിയും സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ചൈനയുടെ മൾട്ടിലേറ്ററൽ സ്റ്റേക്ക് ഡിപ്ലോമസി ഉണ്ട്, ആ രീതിയിൽ വരുന്ന ഡിപ്ലോമസിയാണിത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അർക്കൻ ആർമിക്കും ഈ ജുങ്താ ഗാർഡിനും ഇടയിൽ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെയും ചൈന ഫണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവരറിയാതെ അവരെ ഫണ്ട് ചെയ്യുക, അവരറിയാതെ ഇവരെ ഫണ്ട് ചെയ്യുക, ഇനി ഇവർ രണ്ടുപേരും അറിയാതെ മൂന്നാമതൊരു കക്ഷിയെ ഫണ്ട് ചെയ്യുക. ഇതാണ് ചൈനയുടെ ഒരു ഗെയിം. ഈ ഗെയിമാണ് ശരിക്കും മ്യാൻമറിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് മ്യാൻമറിൽ ഇന്ത്യ ഉൾപ്പെടെ, ബംഗ്ലാദേശ് ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും പരാജയപ്പെടുമ്പോഴും ചൈന അവിടെ നിലനിൽക്കുന്നത്. ഇത് മാധ്യമങ്ങൾ ഡീകോഡ് ചെയ്ത് പുറത്ത് പറയത്തില്ല. കാരണം ഇതിന് അത്രമാത്രം R&D ഇവർക്ക് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം തന്നെ ചൈന തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇതിൽ ആർക്കും തന്നെ അവിടെ ഒരു വോയിസ് ഉയർത്താൻ കഴിയില്ല. ജുങ്താ ഗാർഡ് കൂടുതൽ ചൈനയുടെ കൈപ്പിടി വിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അർക്കനെ വെച്ചിട്ട് അടിയിടാന്ന് പറയും. അർക്കൻ ആർമി കൂടുതൽ അവരുടെ കൺട്രോളിൽ നിന്ന് മുന്നോട്ട് കയറുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ജുങ്താ ഗാർഡിന് ആയുധം കൊടുത്തിട്ട് അടി എന്ന് പറയും. ഇനി ഇവന്മാർ രണ്ടുപേരും ഒതുങ്ങുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നടുക്കുള്ളവനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ചൈനയുടെ അവിടുത്തെ ഒരു രീതി. ഇനിയിപ്പോൾ മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ അസറ്റ് ഉണ്ട്, റെയർ എർത്ത് മാഗ്നറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് മ്യാൻമറിലുണ്ട്. ആ ലാൻഡ് ചൈന ഓൾറെഡി തന്നെ എയിം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും അവിടെ പരാജയപ്പെടുന്നത്. ഇന്ത്യൻ ഡിപ്ലോമസി ഉൾപ്പെടെ മ്യാൻമറിൽ പരാജയമാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴെ നോക്കൂ. താഴെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം തമിഴ്നാട്ടിലൊരു ഇഷ്യൂ പൊന്തി വരുന്നുണ്ട്. അതായത് കച്ചത്തീവ്. ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞ സ്ഥലം ശ്രീലങ്കയ്ക്ക് സ്വന്തമാണ്. അത് ശ്രീലങ്കയ്ക്ക് സ്വന്തമാണോ ഇന്ത്യക്ക് സ്വന്തമാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പം മുന്നോട്ട് വരുന്നത്. ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞ ഈ സ്ഥലം ശ്രീലങ്കയ്ക്ക് കൊടുത്തതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. എന്തിനാണ് കൊടുത്തത്? കാരണം ഈ ഒരു രാമേശ്വരം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ മതി, കച്ചത്തീവാണ്. ഈ കച്ചത്തീവ് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീലങ്കയ്ക്ക് മിലിറ്ററി പോസ്റ്റ് ഉണ്ട്. അത് ശ്രീലങ്കയിൽ നിന്നും ഒരു സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് എത്രയാണ് ഡിസ്റ്റൻസ്, അതേപോലത്തെ ഡിസ്റ്റൻസ് ശ്രീലങ്കയിൽ നിന്നും ഉണ്ട്. പക്ഷേ ഈ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് ചെറിയ സ്ഥലം, ഈ രാമേശ്വരം ഭാഗത്ത്, ഈ രാമേശ്വരം മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് ചെറിയ സ്ഥലമേ ഉള്ളൂ. ആ ചെറിയ സ്ഥലപരിധിക്കുള്ളിൽ നിന്ന് മീൻ പിടിച്ചോണം. ഒരു 1/4 കിലോമീറ്റർ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ശ്രീലങ്കക്കാരന്മാർ തോക്കും കാണിച്ച് ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചോണ്ട് പോകും. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അവർ ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും നെഗോസിയേഷൻ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഈ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻസിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കും. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സാഹചര്യത്തിൽ ഈ കച്ചത്തീവിനെ നമ്മൾ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അത് ഡിപ്ലോമാറ്റിക്കലി ശ്രീലങ്കൻ ഗവൺമെന്റ് സമ്മതിച്ചാൽ തന്നെ വലിയ പ്രശ്നം ശ്രീലങ്കയ്ക്കുള്ളിലുണ്ടാവും. അത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം
ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയം തൊട്ട് നോക്കൂ. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ കാലത്തും അവർ ഈ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടും കൊളംബോ പ്രസിഡൻസി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ഡീൽ ചെയ്തിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ബ്രിട്ടീഷിന്റെ കീഴ്വഴക്കം ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്ഥലത്തും ഇപ്പോൾ ഇവിടെ മദ്രാസ് പ്രസിഡൻസിയും ബ്രിട്ടീഷാണ്, കൊളംബോ പ്രസിഡൻസിയും ബ്രിട്ടീഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കച്ചത്തീവ് എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തില്ല. അവിടെയും നമ്മൾ തന്നെയാണ്, ഇവിടെയും നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെയാണ് ബ്രിട്ടൻ ഭരിച്ചിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് 47 48 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കച്ചത്തീവിന് ഒരു തീരുമാനം ഉണ്ടാക്കാതെയാണ് ബ്രിട്ടീഷ് പോകുന്നത്. പക്ഷേ വീണ്ടും അത് ഇന്ത്യയുടെ കൺട്രോളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ കച്ചത്തീവ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അപ്പം തന്നെ ഒരു കൊളംബോ അഥവാ ഈ ഒരു ശ്രീലങ്കയിൽ ചൈനക്കാരുടെയും പാകിസ്ഥാൻകാരുടെയും ഒക്കെ നല്ല രീതിയിലുള്ള സഞ്ചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീ റൂട്ടിൽ ഇന്ത്യക്കെതിരെ ഒരിക്കലും അവിടെ ഒരു ചൈനീസ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇൻട്രസ്റ്റോ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കില്ല എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നത്. അതായത് ഇന്ത്യക്ക് ചൈനയെ കൊണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ടോ ഒരു ഭീഷണി ഉണ്ടാകാൻ പാടില്ല. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാലം മാറി കഥ മാറി എന്ന് പറയുന്ന കണക്ക് ചൈനയ്ക്ക് 99 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്കയിലെ പല സ്ഥലങ്ങളും. എനിവേ ഇനി പോയ ബുദ്ധി ഇനി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഈ കച്ചത്തീവിനെ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ചൈനീസ് സ്റ്റുഡൻസിനെ അമേരിക്കയുടെ ഉള്ളിൽ വിസ കൊടുത്ത് കൊണ്ടുവരുന്നത് ട്രംപിന്റെ സൈഡ് എന്ന് പറയുന്നത് അതൊരു റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. അതൊരു റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ച് അല്ല, അതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നാണ് ഈ മെഗാ ടീമിൽപ്പെട്ട ആൾക്കാർ, ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ, ട്രംപിന്റെ ടീമിൽ തന്നെയുള്ള പല ആൾക്കാരും ഇതൊരു എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ പുറകിലുള്ള വരുമാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. വരുമാനമാണ് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന് വിളിക്കപ്പെടുന്ന ട്രംപിന് ഏറ്റവും ഫോക്കസ് വരുമാനമാണ്. ഓസിന് കൊടുത്താൽ എന്തും കൊണ്ടുപോകും. അത് ചിലപ്പം എയർക്രാഫ്റ്റ് ആയിരിക്കും, ചിലപ്പം ഒരു തോർത്തുമുണ്ടായിരിക്കും. ട്രംപ് എടുക്കും. അതാണ് ട്രംപ്. ട്രംപിന്റെ ട്രേഡ് പോളിസികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ട്രംപിന് വേറെ ഒരു മാർഗ്ഗവുമില്ല. ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കും. കാരണം എന്താണ്? ആയുധം വിൽക്കണം. കാരണം ആയുധത്തിലാണ് അവർ നമ്പർ 1. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും അവർ ആയുധം വിറ്റ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവരുടെ ട്രേഡ് പോളിസികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർ തികച്ചും ഈ മറ്റേ മാർഗത്തിലേക്ക് വരും. അതിന് ചിലപ്പോൾ ഏത് രാജ്യമാണോ അതിന് ഇരയാവാൻ പോകുന്നതെന്നാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ട്രേഡ് പോളിസികൾ ഇപ്പോൾ ആൾമോസ്റ്റ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.